പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. പ്രണയിനിയുടെ കുടുംബത്തിന്റെ അനുകമ്പ പിടിച്ചുപറ്റി അവരെ സ്വന്തമാക്കാൻ മനഃപൂർവ്വം വാഹനാപകടമുണ്ടാക്കിയ കാമുകനും സുഹൃത്തും നരഹത്യാ ശ്രമക്കേസിൽ അറസ്റ്റിൽ. ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ അറസ്റ്റിലായത് പത്തനംതിട്ട കോന്നി മാമൂട് സ്വദേശി രഞ്ജിത് രാജനും സുഹൃത്ത് പയ്യനാമൺ സ്വദേശി അജാസുമാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. നാടകീയമായ സംഭവ വികാസം എന്താണ് സംഭവിച്ചത്? ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. പ്രിയരാഗ്, പോലീസ് പറയുന്ന വിവരം ഇതാണ്. ഡിസംബർ 23-ാം തീയതി വൈകിട്ടാണ് ഈ മനഃപൂർവ്വമുള്ള അപകടം സൃഷ്ടിച്ചത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല, അതുകൊണ്ട് സോറി. ഈ പെൺകുട്ടിയുടെ കാമുകനായ രഞ്ജിത്തും സുഹൃത്തൂടെ ചേർന്നാണ് ഇത് ആസൂത്രണം ചെയ്തത്. ഇതൊക്കെ എന്ത്? പെൺകുട്ടി സ്കൂട്ടറിൽ വരുമ്പോൾ വാഴമുട്ടം കിഴക്ക് ഭാഗത്ത് വെച്ച് സ്കൂട്ടറിൽ ഈ ഒന്നാം പ്രതിയായ രഞ്ജിത്ത് എന്ന കാമുകൻ നിർദ്ദേശപ്രകാരം സുഹൃത്ത് അജാസ് വാഹനം ഇടിപ്പിച്ചിട്ട് നിർത്താതെ പോവുകയാണ്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. പണ്ടത്തരായി പോയി. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. തൊട്ടു പിന്നാലെ നാടകീയമായി സിനിമാ സ്റ്റൈലിൽ അവിടെ വന്നിറങ്ങിയ കാമുകൻ എല്ലാവരോടും ഭർത്താവാണെന്ന് കള്ളം പറഞ്ഞ് യുവതിയെ കാറിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇവനാര് പ്രേമിക്കാൻ? അഥവാ ആരെങ്കിലും പ്രേമിച്ച ആ പെണ്ണിന്റെ അന്ത്യം. അതുവഴി ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ അനുഗമ പിടിച്ചുപറ്റുക, നല്ല ചെറുപ്പക്കാരനാണെന്ന് പറയുക, അങ്ങനെ ഈ പെൺകുട്ടിയെ സ്വന്തമാക്കുക, ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ കൂട്ടുകാരെത്താൽ കുടുംബം കുളം തോണ്ടാം എന്നും ഒരു ചൊല്ലുണ്ട്. ഈ പെൺകുട്ടിക്ക് ദേഹമാസകലം പരിക്കുണ്ടായിരുന്നു. ഉടൻ തന്നെ കോന്നി പോലീസ് എത്തുകയും അവർ സാധാരണ ഉള്ളതുപോലെ ഈ പരിക്കുകൾ പരിഗണിച്ച് വാഹനാപകട കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ ചെറുത്, ഇനി എന്തൊക്കെ സർപ്രൈസുകൾ ശോഭ കാണാതിരിക്കുന്നു. നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. ആ അന്വേഷണമാണ് ഒടുവിൽ കാമുകന്റെയും സുഹൃത്തിന്റെയും ഒക്കെ പദ്ധതി പൊളിച്ചു കളഞ്ഞത്. പോലീസ് അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലോ. പോലീസിന് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണെന്ന് ബോധ്യമായി. അപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവന് അപായം രീതിയിലേക്ക് ഒരു അപകടം ഉണ്ടാക്കിയത് നിയമവിരുദ്ധമാണ്, തെറ്റാണ്. അതുകൊണ്ട് തന്നെ നരഹത്യാ ശ്രമക്കേസിൽ ഈ രഞ്ജിത്തിനെയും സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ അനുഗമ പിടിച്ചുപറ്റി പെൺകുട്ടിയെ സ്വന്തമാക്കാൻ പോയ കാമുകനും സുഹൃത്തും ഇപ്പോൾ ജയിലിലാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.